വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പൊ ഇതാ കാത്തിരുന്ന നമ്മുടെ മാത്സ് എക്സാം നാളെയാണ്. അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, ടെൻസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്താണെങ്കിലും ഒരു സീനുമില്ല. ഇന്നത്തെ മെഗാ മാരത്തോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആക്കാവുന്നേ ഉള്ളൂ. ഒരു ടെൻഷനും വേണ്ട. നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നാളെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരാൻ പോകുന്ന ഒരു ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ ആരും മിസ് ചെയ്യരുത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം അല്ലെ മക്കളെ. ഇവിടെ ഒരു ക്ലോക്ക് തന്നിട്ടുണ്ട് അല്ലെ, ഇവിടെ ഒരു ക്ലോക്ക് തന്നിട്ടുണ്ട്. അതിന് എന്തൊക്കെയുണ്ട്? ഹവർ ഹാൻഡ് ഉണ്ട്, മിനിറ്റ് ഹാൻഡ് ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് ഉണ്ട് അല്ലെ. മണിക്കൂറിന്റെ സൂചിയുണ്ട്, മിനിറ്റിന്റെ സൂചിയുണ്ട്, സെക്കൻഡുകളുടെ സൂചിയുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ഇവരോട് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. പിക്ചർ ഓഫ് ദ ക്ലോക്ക് ഇസ് ഗിവൺ. ഒരു ക്ലോക്കിന്റെ ചിത്രം തന്നിരിക്കുന്നു. ഈ ക്ലോക്കിൽ ഏതെല്ലാം സൂചികളുണ്ട്? ഏതൊക്കെ സൂചികളാണ്? വാട്ട് ആർ ദ ഹാൻഡ്സ് ഓൺ ദിസ് ക്ലോക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് സൂചികളുള്ളത്? നമ്മുടെ ഹവർ ഹാൻഡ് ഉണ്ട്, മിനിറ്റ് ഹാൻഡ് ഉണ്ട്, അതേപോലെ സെക്കൻഡ് ഹാൻഡ് ഉണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ക്ലോക്കിലുള്ളത്. വിച്ച് ഹാൻഡ് ടേൺസ് ദ ഫാസ്റ്റസ്റ്റ്? ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന സൂചി ഏത് എന്നാ ചോദിച്ചത്. ഏതാണ് ഏറ്റവും വേഗത്തിൽ കറങ്ങുക? ഹവർ ഹാൻഡ് ആണോ? അല്ല. മിനിറ്റ് ഹാൻഡ് ആണോ? അല്ല. സെക്കൻഡ് ഹാൻഡ് അല്ലേ. സെക്കൻഡിന്റെ ഹാൻഡ് ആണ് ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന നമ്മുടെ സൂചി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ മിനിറ്റ് ഹാൻഡ് ടു റൊട്ടേറ്റ് വൺസ്? മിനിറ്റിന്റെ സൂചി ഒരു പ്രാവശ്യം കറങ്ങാൻ എത്ര സമയം എടുക്കും എന്നാ ചോദിച്ചത്. ഏടാ മിനിറ്റിന്റെ സൂചിയാണ് നമ്മളോട് ചോദിച്ചത്. മിനിറ്റിന്റെ സൂചി ഇങ്ങനെ കറങ്ങി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വിചാരിച്ചോ. ഇവിടെ കറങ്ങി ഇങ്ങനെ വരുമ്പോൾ എത്ര മിനിറ്റ് ആവും? 60 മിനിറ്റ്. വിച്ച് മീൻസ് 1 മണിക്കൂർ അല്ലെ. 1 ഹവർ ആണ് ഒരു റൗണ്ട് കറങ്ങി വരാൻ വേണ്ടിയിട്ട് എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ടൈം ഇസ് ഇറ്റ് ഓൺ ദ ക്ലോക്ക് ഇൻ ദ പിക്ചർ? ഇതെന്തായാലും ചോദിക്കോട്ടോ. നാളെ ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്. നിങ്ങളോട് ക്ലോക്കിൽ എത്ര സമയമായി എന്നുള്ള സാധനം കണ്ടുപിടിക്കാൻ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ നോക്കി വെച്ചോളൂ കേട്ടോ. അപ്പൊ നോക്കിക്കേടാ, ഇവിടെ നമ്മൾ 7ന്റെയും 8ന്റെയും ഇടയിലാണ് നമ്മുടെ ഹവർ ഹാൻഡ്. നമ്മുടെ മിനിറ്റ് ഹാൻഡ് എവിടെയാണ്? മിനിറ്റ് ഹാൻഡ് 15 അല്ലേ. അപ്പൊ 7:15 ആണ് നമ്മുടെ സമയം. 7:15 നമ്മുടെ സമയം. ശരിയായ സമയമാണോ? ശരിയായ സമയം തന്നെയാണ്. ഓക്കെ. ലാസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിന്റെ ചിത്രം വരച്ച് 8:30 മണി സമയം അടയാളപ്പെടുത്തുക. ഡ്രോ എ പിക്ചർ ഓഫ് എ ക്ലോക്ക് ആൻഡ് മാർക്ക് ദ ടൈം ആസ് 8:30 എന്നാണ് പറഞ്ഞത്. 8:30 മണി. 8:30 മണി എന്ന് പറയുമ്പോൾ 8:30 അല്ലേ. 8:30 മണി എന്ന് പറയുമ്പോൾ 8:30 ആണ്. അപ്പോ നമ്മുടെ സൂചി, നമ്മുടെ ഹവർ ഹാൻഡ് എവിടെയായിരിക്കും വരിക? 8ന്റെയും 9ന്റെയും ഇടയിലായിരിക്കും നമ്മുടെ ഹവർ ഹാൻഡ് വരിക കേട്ടോ. 8ന്റെയും 9ന്റെയും ഇടയിലായിരിക്കും നമ്മുടെ ഹവർ ഹാൻഡ് വരിക. മിനിറ്റ് ഹാൻഡ് എവിടെയാണ് വരിക? മിനിറ്റ് ഹാൻഡ് 6ന്റെ നേരെ അല്ലെ. 30 എന്ന് പറയുമ്പോൾ 6ന്റെ നേരെയായിരിക്കും നമ്മുടെ മിനിറ്റ് ഹാൻഡ് വരിക. സെറ്റ് അല്ലേ? അപ്പൊ താമസം വീണ്ടും ഒരു കുഞ്ഞു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പൃഥ്വി എൻ ഗെയിം ബാച്ചിനെ പറ്റിയിട്ട്. മക്കളെ, ഇതാ നിങ്ങളുടെ എക്സാം ഇതാ 2 ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം കഴിയാണ്. നമ്മുടെ കലാശക്കൊട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. പക്ഷെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ ക്രിസ്മസ് എക്സാം മാത്രമല്ല അല്ലേ, നമ്മുടെ വേറെ എന്തൊക്കെ എക്സാം വരുന്നുണ്ട്? യെസ്, നമ്മുടെ ആനുവൽ എക്സാം വരുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ 6ാം ക്ലാസ്സിലേക്ക് പോകാൻ പോകുന്ന മക്കളാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു പരീക്ഷ അല്ലെ, ഒരു കോമ്പറ്റീറ്റീവ് എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ഈ 5ാം ക്ലാസ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും പഠിക്കാതെ 7ാം ക്ലാസ്സിൽ നല്ലപോലെ പഠിക്കാം, USS അപ്പ ക്രാക്ക് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല മക്കളെ. നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബേസ് സ്ട്രോങ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന്റെയും ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. ബേസിക്സ് സ്ട്രോങ് ആവുക. അതായത് നിങ്ങൾ ഈ 5ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് പഠിക്കാതെ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പോയിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവില്ല. ഇതിന്റെയൊക്കെ കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് 6ാം ക്ലാസ്സിൽ വരുന്നത്. ആനുവൽ എക്സാമിന് നല്ല പോലെ സ്കോർ ചെയ്യുക എന്നുള്ളത് ടീച്ചേഴ്സിന്റെയും പേരൻസിന്റെയും നിങ്ങളുടെയും മാത്രം ആവശ്യമല്ല. മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ആനുവൽ എക്സാമിന് അത്രയും നല്ലോണം സ്കോർ ചെയ്ത് നല്ല പോലെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിച്ചാലേ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഉപകാരപ്പെടും. 6ാം ക്ലാസ് എന്ന് പറയുന്നത് 5ന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് മാത്സിൽ വരുന്നുണ്ടാവുക. കുറെ കോൺസെപ്റ്റുകൾ നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന സാധനത്തിന്റെ ബാക്കിയാണ് നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിക്കുക. മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല പോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക, റിവിഷൻ ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ ക്രിസ്മസ് കഴിഞ്ഞ പാട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആനുവൽ എക്സാമിലുള്ള പ്രിപ്പറേഷൻസിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും വൈകിക്കേണ്ട മക്കൾ, വേഗം തന്നെ ഈ ഒരു ബാച്ചിലേക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യണം എന്ന് തന്നെയാണ് മിസ് പറയുന്നത്. സോ 9995400800 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ എന്റെ മക്കളെല്ലാവരും വേഗം അഡ്മിഷൻ എടുക്കാൻ നമുക്ക് പൃഥ്വി ബാച്ചിൽ വെച്ച് കാണാം. സോ ടാറ്റാ ബൈ.